അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2026 ജനുവരി 23 വെള്ളിയാഴ്ച രാവിലെ ഇന്ന് പങ്കെടുത്തൊരു യാത്രയപ്പ് യോഗത്തിലെ ചില അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാഴ്ചയിലേക്ക് നമ്മൾ കടക്കുന്നത്. സ്ക്രീനിൽ കാണുന്നത് പോലെ ഖാലിദ് കാക്ക് യാത്രയപ്പ് എന്ന് പറയുമ്പോൾ ഖത്തർ കേരള ഇസ്ലാഹി സെൻറ്ററിൽ കഴിഞ്ഞ 38 വർഷത്തിലധികമായി ഇസ്ലാഹി സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവ സാന്നിധ്യമായ ഖാലിദ് ക എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നതിനപ്പുറം ഒരു സന്ദേശം അവിടെ നിന്ന് മനസ്സിലാക്കിയ ചില സന്ദേശങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഏതായിരുന്നാലും വളരെ ഹൃദ്യമായ ഒരു യാത്രയപ്പായിരുന്നു ഇന്ന് രാവിലെ തന്നെ. യാത്രയപ്പ് സംഗമത്തിലായിരുന്നു പങ്കെടുത്തത്. ഒരു വ്യക്തി ആളുകളുമായി ചേർന്ന് നിൽക്കുമ്പോൾ മനുഷ്യ നന്മകളിൽ ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മനുഷ്യ നന്മകൾ എവിടെയുണ്ടോ അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ തൻ്റെ പ്രവാസ ലോകത്ത് ലഭിക്കുന്ന സമയങ്ങളിൽ ഇസ്ലാഹി സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുമ്പോൾ തന്നെ രാഷ്ട്രീയ മണ്ഡലങ്ങളിലും അതേപോലെ തന്നെ സാംസ്കാരിക രംഗത്തൊക്കെ വളരെ സജീവമായി. ഇന്ന് പലരും പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ, ആർക്കും 24.5 മണിക്കൂർ ആർക്കും ഇല്ല. എങ്കിൽ കൂടി ആ ഒരു സമയങ്ങളെ വളരെ ചിട്ടയായിട്ട് ക്രമീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹത്തിന് പല കൂട്ടായ്മകളും യാത്രയപ്പ് നൽകിയ പോസ്റ്ററുകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മളും കണ്ടിരുന്നു. ഒരു യാത്രയപ്പ് ലഭിക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്, അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. എങ്കിൽ കൂടി നമ്മളിവിടെ ജീവിക്കുമ്പോൾ, നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ തന്നെ നന്മകളിലുള്ള ഒരു അടയാളപ്പെടുത്തലാണ് ഈ ഒരു ഇന്ന് പലരും പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച രാവിലെയൊക്കെ ഒരു മീറ്റിങ്ങിന്, സാധാരണ മീറ്റിങ്ങുകൾക്ക് ആളെ കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് ഫോളോ അപ്പ് ചെയ്യണം, പ്രത്യേകിച്ച് ഈ തണുപ്പുള്ള സമയത്തൊക്കെ. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇൻഫർമേഷൻ ഖാലിദ് കാക്കുള്ള യാത്രയപ്പ് ഉണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ ലഭിച്ചപ്പോൾ തന്നെ ഒരു വലിയ ഹാളിൽ പ്രവർത്തകർ, അഭ്യുദയകാംക്ഷികൾ നിറഞ്ഞു കവിഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ആളുകളുടെ അനുഭവങ്ങളും കേട്ടപ്പോൾ നേരത്തെ ഞാനൊക്കെ വിചാരിച്ചിരുന്നൊരു യാത്രയപ്പിൽ ഇപ്പോൾ പ്രത്യേകിച്ച് എന്താണ് ഇപ്പോൾ അവിടെ ഒരു സന്ദേശം ഉണ്ടാവും, മെനക്കെട്ട് പോയിട്ട് എന്താണ് എന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് വിചാരിച്ചിരുന്നു ഒരു വേള. എങ്കിൽ അവിടെ എത്തിയപ്പോൾ സത്യത്തിൽ ഒരുപാട് മെസ്സേജുകൾ ലഭിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പലരും അവിടെ ആരൊന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ജീവിത കാലത്ത് ആളുകൾ മരണപ്പെട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ പ്രവാസ ലോകത്ത് നിന്ന് നിർത്തിപ്പോകുമ്പോൾ ഒക്കെ നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ പറയുക എന്നതിലുപരി ഇത്തരം നന്മകളും ഇത്തരം സംഗതികളൊക്കെ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉള്ള സമയത്ത് തന്നെ അത്തരം കാര്യങ്ങൾ പങ്കുവെക്കുക എന്ന് അവിടെ ആരോ പറഞ്ഞത് ഒരു ശ്രദ്ധേയമായിട്ട് തോന്നി. ഏതായിരുന്നാലും സഹപ്രവർത്തകർ, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച ആളുകളുടെ ഒരുപാട് സംഗതികൾ, അതിലൊന്നും മനസ്സിൽ നിൽക്കുന്നത് നമ്മുടെ ഇപ്പോൾ പ്രവാസ ലോകത്തൊക്കെ ഉള്ള ആളുകൾ ഉള്ള സമയത്ത് അദ്ദേഹം 38 വർഷത്തിന് ഇടയ്ക്ക് ഇവിടെ ഒരുപാട് ആളുകൾക്ക് ജോലി, ഒരുപാട് മേഖലകൾ ആളുകൾ പരാമർശിച്ചു. എന്തായിരുന്നാലും അതിലൊന്ന് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ആളുകൾക്ക് ജോലി ആക്കി കൊടുക്കുന്ന ഒരു കാര്യം. നമ്മളൊക്കെ പലപ്പോഴും പ്രവാസ ലോകത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ച് നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ജോലിയാക്കി കൊടുക്കുക. നമ്മളിവിടെ 10, 30, 40 വർഷം നിന്ന് പോകുമ്പോൾ ഞാൻ കൊണ്ടുവന്ന ഒരു 10, 20, 30 കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആരെയും കാണിക്കാനും ആരും കാണാനും അതിൻ്റെ അപ്രിസിയേഷൻ കിട്ടാനും ഒന്നുമല്ല. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു അനുഭൂതി, ഒരു സന്തോഷം എത്രമാത്രം ഉണ്ടാവും. അന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനും ഖാലിദ് ക നമ്മളെ കൂട്ടത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അറിയില്ല, അത് ഒരാളായിട്ട് ഇങ്ങനെ പോകും. പക്ഷേ ഓരോ ആളുകളെക്കുറിച്ചും അവരുടെ ഇടപെടലുകളൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്കൊക്കെ അത് ഒരു വലിയ ഊർജ്ജമാവുന്നത്. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിലും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചെറിയ ഈ സമയപരിധിയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതല്ല എങ്കിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ 40 വർഷത്തോട് അടുത്ത് 38 വർഷം കഴിഞ്ഞ് ഇവിടെ വന്നതും ആ സംഗതികളൊക്കെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞ ഒരു സംഗതി, നമ്മുടെ ഒരു സേവിങ്സ്, പ്രവാസികൾ ഒരു ചെറിയ തുകയെങ്കിലും മാസം സമ്പാദ്യമായിട്ട് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. നാട്ടിലെ ഒരു അക്കൗണ്ടിൽ എന്ത് റോളിങ് വന്നാലും നമ്മൾ എടുക്കൂല എന്നുള്ള രീതിയിൽ ഒരു സേവിങ്സ് അവിടെ
ഉണ്ടാക്കി വെക്കണം. ഏത് സമയത്താണ് നമുക്ക് നാട്ടിൽ പോകേണ്ടത് എന്ന് അറിയില്ലല്ലോ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, മനസ്സ് തങ്ങിയ 1-2 കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും ഒരിക്കൽ കൂടി ഖാലിദ് കാക്ക് ശിഷ്ട ജീവിതം, നാട്ടിലുള്ള ജീവിതം സന്തോഷപ്രദമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈർ. السلام عليكم ورحمة الله وبركاته. إلهي وقفت دموعي تسيل وقلبي ببابك باك ذليل. إلهي